ഹായ് നീറ്റ് ആസ്പിരൻസ്, നിങ്ങൾ സ്വപ്നം കണ്ട ഡോക്ടർ എന്ന് പറഞ്ഞ ലക്ഷ്യം നേടാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നീറ്റ് 2025 മെയ് 4 നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഫൈനൽ മൊമെൻ്റ് പ്രിപ്പറേഷൻസ് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൻ്റേതായ ടെൻഷൻസിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോവുക. ഓഫ് കോഴ്സ് എക്സാമാണ്, അതിൻ്റേതായ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോടുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ടെൻഷൻ ഫാക്ടർ മാക്സിമം ഒഴിവാക്കാൻ നിങ്ങൾ നോക്കുക. ആ ഒരു ടെൻഷൻ ഒഴിവാക്കിയാൽ തന്നെ എക്സാം എഴുതുന്നതിന് മുമ്പും എക്സാം എഴുതുന്ന സമയത്തും നമ്മളുടെ എന്ത് ചെയ്യും, നമ്മുടെ തോട്ടിൻ്റെ ക്ലാരിറ്റി എന്ത് ചെയ്യും, ആക്ച്വലി കൂടും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് പലപ്പോഴും നീറ്റിന് വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ട് മേ ബി 1-2 വർഷം ഡ്രോപ്പ് എടുത്തിട്ട് റിപ്പീറ്റൊക്കെ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് പോലും നീറ്റ് എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ പല അബദ്ധങ്ങൾ, പല സില്ലി മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. പലരും അവരുടെ രജിസ്ട്രേഷൻ നമ്പർ പോലും തെറ്റിച്ചെഴുതാറുണ്ട്. പലരും ആൻസേഴ്സ് മാർക്ക് ചെയ്ത് മാറിപ്പോവാറുണ്ട്. മെയിൻലി ആ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം എന്ത് ചെയ്യുക, മാനേജ് ചെയ്യാൻ പലർക്കും പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇതിന് ഏറ്റവും നല്ല പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. 2, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് കൂടെ തന്നെ നീറ്റ് എക്സാമിൻ്റെ അതേ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതേ ഒരു എൻവിറോൺമെൻറ്റിൽ, അതേ ഒരു ടൈം ഡ്യൂറേഷനിൽ, അതേ ഡിഫിക്കൽട്ടി ലെവലുള്ള ഒരു എക്സാം നിങ്ങൾ എഴുതി നോക്കുക എന്നുള്ളതാണ്. അത് വീട്ടിലിരുന്നല്ല. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓൺലൈനായിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു ഒറിജിനൽ ഫീലിംഗ് കിട്ടണമെങ്കിൽ നിങ്ങളത് ഓഫ്ലൈനായിട്ട് തന്നെ നീറ്റ് എഴുതുന്ന അതേപോലെയുള്ള സെൻറ്റേഴ്സിൽ പോയിട്ട് മറ്റുള്ളവരെ കൂടെ നിങ്ങൾ എഴുതണം. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് എജ്യൂപോർട്ട് ഒരുക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ 27 എജ്യൂപോർട്ട് കേരളത്തിലുടനീളമുള്ള 35 സെൻറ്റേഴ്സിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു മോക്ക് എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനു വേണ്ടി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ എവിടെ എത്തിക്കോട്ടെ, എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ മോക്ക് എക്സാം എഴുതണം എന്നാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് ആ ഒരു ഫീല് മെയ് 4 ഒരു 1 വീക്ക് പ്രയറൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. താഴെ കാണുന്ന ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു വെബ്സൈറ്റിലോട്ടാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. അവിടെ നിങ്ങൾ ബുക്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഒരു ഡേറ്റേ ഉള്ളൂ, ഏപ്രിൽ 27, ഒരു കൺഫ്യൂഷനും ഇല്ല. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനുള്ളത് നിങ്ങൾ കെയർഫുള്ളായിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. കേരളത്തിലെ 14 ജില്ലകളും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പാലക്കാട് സെലക്ട് ചെയ്യുകയാണ്. അവിടെ തന്നെ വിവിധ സിറ്റീസ് നമ്മൾ അവസരം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ സെലക്ട് സെൻറ്റർ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ പാലക്കാട് ടൗൺ കൊടുക്കുന്നു. അപ്പോൾ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവിടെ നിങ്ങൾക്ക് 10 to 11 എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷൻസ് അവൈലബിൾ ആയത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ബുക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾ എസ്പെഷ്യലി വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളിവിടെ ഫസ്റ്റ് തന്നെ ഒരു ഫോൺ നമ്പർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു OTP വരാൻ പറ്റുന്ന, റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു നമ്പർ കൊടുക്കുകയാണ്. ഞാൻ OTP വരാൻ വേണ്ടി ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നു. ശേഷം വാട്സപ്പ് നമ്പർ, മേ ബി സെയിം നമ്പർ ആയിരിക്കും, വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയൊരു നമ്പർ. അതിലോട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ കാർഡും റിസൾട്ടൊക്കെ അറിയിക്കുക. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങൾ തെറ്റിക്കാതെ അയയ്ക്കുക. ഞാൻ അതും എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റർ ചെയ്യുന്നു കേട്ടോ. ഇനി ഫുൾ നെയിം, നിങ്ങളുടെ പേര് കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യണം, ഇൻക്ലൂഡിങ് ഇനീഷ്യൽ. അപ്പം ഞാൻ അതും എന്ത് ചെയ്തു, ഞാൻ ടൈപ്പ് ചെയ്തു കേട്ടോ. ഞാനതും ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇമെയിൽ കൊടുക്കാനുണ്ട്. ഇമെയിൽ നിങ്ങളുടെ ഒരു ഇമെയിൽ ID നിങ്ങൾ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബാക്കിയൊക്കെ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇനി വെരിഫൈ ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് നമ്പറാണോ OTPക്ക് വേണ്ടി കൊടുത്തത് അതിലോട്ടൊരു OTP വന്നിട്ടുണ്ടാവും. ആ ഒരു OTP നിങ്ങൾ അടുത്തതായിട്ട് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. എനിക്ക് OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ OTP എൻ്റർ ചെയ്യുകയാണ്, 275071. എന്നിട്ട് ഇവിടെ വെരിഫൈ OTP കൊടുക്കുകയാണ്. OTP വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പേയ്മെൻറ്റ് പേജിലോട്ടും. അപ്പോൾ സാർ നേരത്തെ ഫ്രീ എന്നല്ല പറഞ്ഞേ, മക്കളെ ഫ്രീ ആണ്. എക്സാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 99 rupees നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 99 നിങ്ങൾ എങ്ങനെയാണോ പേയ്മെൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ തരും. ബേസിക്കലി നിങ്ങൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാമിന് വന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു വേസ്റ്റേജ് ഓഫ് ടൈമും മണിയും ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID വെച്ചിട്ട് നിങ്ങൾക്ക് UPI ID എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. അതേപോലെ ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ത്രൂ ഒക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. വളരെ ഈസിയാണ്. ഇവിടെ കൺഫ്യൂഷൻസ് ഇല്ല വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ പേ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആസ് യൂഷ്വൽ പേയ്മെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ബാക്കി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും. അഡ്മിറ്റ് കാർഡും വരും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു നമ്പർ തരുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ കണക്ട് ചെയ്യാം. അവർ ആ ഇഷ്യൂസൊക്കെ സോർട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ എക്സാം
മാക്സിമം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യു നീറ്റ് എക്സാം. നമുക്ക് 27th കാണാം.